ഹായ്, വെൽക്കം ടു സയൻസ് ലേണിംഗ് പ്രോഗ്രാം. ഇറ്റ്സ് മീ റിഷ നാസർ. നമ്മൾ ഇന്ന് 9th പാസ്കൽസ് ലോനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് +1 പഠിക്കാനുള്ളതാണ്. ഫിസിക്സിലെ പാസ്കൽസ് ലോനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പാസ്കൽസ് ലോനെ കുറിച്ചാണ് നോക്കാനുള്ളത്. എന്താണ് പാസ്കൽസ് ലോ എന്ന് പറഞ്ഞാൽ? ദ പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പോയിന്റ് ഓഫ് എ ക്ലോസ്ഡ് ലിക്വിഡ് അറ്റ് റെസ്റ്റ് ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം വിൽ ബി എക്സ്പീരിയൻസ്ഡ് ഈക്വലി അറ്റ് ഓൾ പാർട്സ് ഓഫ് ദ ലിക്വിഡ്. അതായത് ഒരു സംവൃത വ്യൂഹത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രാവകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം ദ്രാവകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും. അതായത് നമ്മളൊരു സംവൃത വ്യൂഹം, ഒരു ക്ലോസ്ഡ് സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന പ്രഷർ, ഒരു ഭാഗത്ത് പ്രയോഗിക്കുന്ന മർദ്ദം എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈക്വലായിട്ട് ഒരുപോലെ എക്സ്പീരിയൻസ് ചെയ്യും, എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് അനുഭവപ്പെടും. അതിനെയാണ് നമ്മൾ പാസ്കൽസ് ലോ എന്ന് പറയുന്നത്, പാസ്കൽസ് നിയമം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ സർവീസ് സ്റ്റേഷൻസിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ ഹ്യൂജ് വെഹിക്കിൾസ് ഒക്കെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇതൊക്കെ ഈ പാസ്കൽസ് ലോൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നോക്കാം. ഹൈഡ്രോളിക് ജാക്കിൻ്റെ ഒരു ഫിഗറാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. നമ്മൾ വർക്ക്ഷോപ്പുകളിലൊക്കെ വെഹിക്കിൾസ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. ഇത് പാസ്കൽസ് ലോ അനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഇവിടെ ഈ ഫിഗറിൽ എന്തൊക്കെയാണുള്ളത്? 2 സിലിണ്ടേഴ്സ് ഉണ്ട്. 2 cylinders ഓഫ് ഡിഫറെൻറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഫിൽഡ് വിത്ത് വാട്ടർ ആർ കണക്റ്റഡ് യൂസിങ് എ പൈപ്പ്. അതായത് ഇവിടെ 2 സിലിണ്ടേഴ്സ് ഉണ്ട്. 2 സിലിണ്ടേഴ്സിൻ്റെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിഫറെൻ്റ് ആണ്. ഇത് രണ്ടും ഒരു പൈപ്പ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഒരു വാട്ടർ ഫിൽഡ് പൈപ്പ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഇത് എക്സ് എന്ന് പറഞ്ഞ ഏരിയ, ഓക്കെ, ഇത് വൈ എന്ന് പറഞ്ഞ ഏരിയ. ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? A1. ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാലോ A2. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇവിടെ ഇവിടെ ഏരിയ വളരെ കുറവാണ് അല്ലേ? ഇവിടെ ചെറിയ ഏരിയ ഉള്ളൂ. ഇവിടെയോ? ഇവിടെ വലുതാണ്. ഇവിടെ A1നെ അപേക്ഷിച്ച് A2 എന്ന് പറഞ്ഞാൽ നല്ല വലുതാണ് അല്ലേ? അപ്പോൾ ഇവിടെ 2 കേസിലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറഞ്ഞ സംഭവം പാസ്കൽസ് ലോ അനുസരിച്ചാണ് പ്രവർത്തിക്കുക. നമ്മൾ പാസ്കൽസ് ലോ എന്താ പറഞ്ഞത്? പാസ്കൽസ് ലോ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണ്, ഫ്ലൂയിഡ് ഫീൽഡ് ക്ലോസ്ഡ് സിസ്റ്റം ആണെങ്കിൽ അതിൽ നമ്മൾ ഒരു ഭാഗത്ത് പ്രഷർ അപ്ലൈ ചെയ്താൽ അതിൻ്റെ പ്രഷർ എല്ലാ ഭാഗത്തേക്കും ഈക്വൽ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അതായത് എല്ലാ ഭാഗത്തും ഈക്വൽ ആയിട്ട് ആ പ്രഷർ എക്സ്പീരിയൻസ് ചെയ്യും ആണല്ലോ. അതാണ് പാസ്കൽസ് ലോ. ഈ ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറഞ്ഞാൽ ഈ പാസ്കൽസ് ലോ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ നമുക്ക് എന്ത് എഴുതാം? സോ അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ നമുക്ക് എന്ത് എഴുതാം? ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞ ഏരിയയിലേത് ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? Px. എന്താ പ്രഷർ? Px ഈക്വൽ ടു Py. അതായത് എക്സിലുള്ള അതേ പ്രഷർ തന്നെയായിരിക്കും എന്ത് വൈയിലും എക്സേർട്ട് ചെയ്യുന്നത്. എക്സിലുള്ള അതേ പ്രഷർ തന്നെയാണ് വൈയിലും എക്സേർട്ട് ചെയ്യുന്നത് ആണല്ലോ. അപ്പോൾ പ്രഷർ നമ്മൾ എങ്ങനെ കാണുക? പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണല്ലോ. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്താണ്? ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇവിടെ നമ്മൾ ഒരു ഇവിടെ A1 അല്ലേ, ഏരിയ A1 അല്ലേ, അപ്പം F1 എന്നുള്ള ഒരു ഫോഴ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്. ഇവിടെ F1 എന്നുള്ള ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തത്. ഇവിടെയോ? ഇവിടെ F2 എന്നുള്ള ഫോഴ്സ് ആണ് എക്സേർട്ട് ചെയ്യുന്നത്. ഇത് A2 അല്ലേ, ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പൊ അവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F2 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? രണ്ടിന്റെയും പ്രഷർ ഈക്വൽ അല്ലേ? Px ഈക്വൽ ടു Py. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പൊ F1 ഡിവൈഡഡ് ബൈ A1 ഈക്വൽ ടു F2
ഡിവൈഡഡ് ബൈ A2 ഇങ്ങനെ എഴുതി കൂടെ? രണ്ടിൻ്റെയും പ്രഷർ ഈക്വൽ ആയതുകൊണ്ട് F1 ഡിവൈഡഡ് ബൈ A1 ഈക്വൽ ടു F2 ഡിവൈഡഡ് ബൈ A2. നമുക്ക് ഇങ്ങനെ എഴുതാലോ, F2 ഡിവൈഡഡ് ബൈ A2. ഇത് നമ്മളെങ്ങനെ F2 കാണുക? ഇവിടെ F2 ഡിവൈഡഡ് ബൈ A2 അല്ലേ, ഡിവൈഡഡ് ബൈ ആണ്. അത് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? ഡിവൈഡഡ് ബൈ എന്നുള്ളത് ഇൻറ്റു ആവും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? F1 ഡിവൈഡഡ് ബൈ A1 ഇൻറ്റു A2. ഈ ഇക്വേഷൻ നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് എങ്ങനെ എഴുതാം? ഈ A2 ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്താ? A2 ഡിവൈഡഡ് ബൈ A1 ഇൻറ്റു F1. അപ്പോൾ F2 ഈക്വൽ ടു A2 ഡിവൈഡഡ് ബൈ A1 ഇൻറ്റു F1. ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് F2 കാണാനുള്ള ഇക്വേഷൻ കിട്ടി. F2 ഈക്വൽ ടു A2 ബൈ A1 ഇൻറ്റു F1. F2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സെക്കൻഡ് പിസ്റ്റണിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ്. A2 എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് പിസ്റ്റണിലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. A1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പിസ്റ്റണിലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. F1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പിസ്റ്റണിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇഫ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സെക്കൻഡ് പിസ്റ്റൺ ഈസ് 100 ടൈംസ് ദാറ്റ് ഓഫ് ഫസ്റ്റ് പിസ്റ്റൺ. അതായത് സെക്കൻഡ് പിസ്റ്റണിലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പിസ്റ്റണിനേക്കാളും 100 ടൈംസ് ആണ്. അപ്പോൾ എന്താ നമ്മളോട് പറഞ്ഞത്? A2 ഈക്വൽ ടു സെക്കൻഡ് പിസ്റ്റണിലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് നമ്മൾക്ക് പറഞ്ഞത്. സെക്കൻഡ് പിസ്റ്റണിലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A2 ഈക്വൽ ടു 100 ടൈംസ്. 100 ടൈംസ് എന്നാൽ 100 ഇൻറ്റു A1. 100 ടൈംസ് A1 ആണ് സെക്കൻഡ് പിസ്റ്റണിലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്താം? 100 ഇൻറ്റു A1 അല്ലേ. അപ്പോൾ ഇൻറ്റു A1 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ എന്താ പറ്റുക? ഡിവൈഡഡ് ബൈ ആവും. അപ്പം A2 ഡിവൈഡഡ് ബൈ A1. A2 ഡിവൈഡഡ് ബൈ A1 ഈക്വൽ ടു 100. ഈ വാല്യൂ നമുക്ക് ഈ ഇക്വേഷനിൽ കൊടുക്കാം ആണല്ലോ. അപ്പോൾ നമുക്ക് എന്താ ഇക്വേഷൻ എന്താ? F2 ഈക്വൽ ടു A2 ബൈ A1 ഇൻറ്റു F1. A2 ബൈ A1 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടിയത്? 100. അപ്പോൾ F2 ഈക്വൽ ടു 100 ഇൻറ്റു F1. എന്താ ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം? അതായത് F2 എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് പിസ്റ്റണിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 100 ടൈംസ് F1 ആണ്. നമ്മൾ കൊടുത്ത ഫോഴ്സിനേക്കാളും 100 ടൈംസ് ആണ്. നമ്മൾ കൊടുത്ത ഫോഴ്സിനേക്കാളും 100 ഇരട്ടിയാണ്. അപ്പോൾ അതാണ് ഈ നമ്മൾ കുറച്ച് ഫോഴ്സ് കൊടുത്താൽ തന്നെ ഈ നല്ല ഫോഴ്സ്, ഒരുപാട് ഫോഴ്സ് F2ൽ ആക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഹ്യൂജ് വെഹിക്കിൾസ് ഒക്കെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു 1 ന്യൂട്ടൺ ആണ് കൊടുത്തതെന്ന് വിചാരിച്ചോ. 1 ന്യൂട്ടൺ ആണ് കൊടുത്തതെങ്കിൽ 100 ന്യൂട്ടൺ ഫോഴ്സ് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമുക്ക് ഹ്യൂജ് വെഹിക്കിൾസ് ഒക്കെ വളരെ ചെറിയ ഫോഴ്സ് കൊടുത്തിട്ട് തന്നെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ദാറ്റ് മീൻസ് ലാർജ് പിസ്റ്റൺ വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഓഫ് 100 ന്യൂട്ടൺ. When a force of 1 Newton is applied on the small piston. Small pistonൽ 1 Newton അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് 100 ന്യൂട്ടൺ സെക്കൻഡ് പിസ്റ്റണിൽ കിട്ടുന്നുണ്ട്. മനസ്സിലായോ? ഇത് ഹൈഡ്രോളിക് ജാക്ക് എന്ന് പറഞ്ഞാൽ പാസ്കൽസ് ലോ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ദ്രാവകം നിറച്ച യു ആകൃതിയിലുള്ള ഒരു ട്യൂബിൻ്റെ എക്സ് അഗ്രത്തെ ഛേദതല പരപ്പളവ് 0.05 മീറ്റർ സ്ക്വയറും വൈ അഗ്രത്തിൻ്റേത് 0.6 മീറ്റർ സ്ക്വയറും ആണെന്നിരിക്കട്ടെ. എക്സ് അഗ്രത്തിൽ 120 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചാൽ വൈ അഗ്രത്ത് അനുഭവപ്പെടുന്ന ബലം എത്രയായിരിക്കും? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ എന്താണ്? നമുക്ക് എക്സ് എന്ന എൻഡിലെ ഛേദതല പരപ്പളവ്, അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ 0.05 മീറ്റർ സ്ക്വയർ ആണെന്ന് തന്നത്. വൈ അഗ്രത്തിൻ്റേത്, വൈ എന്നുള്ള എൻഡിലുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതായത് ഛേദതല പരപ്പളവ് എന്ന് പറഞ്ഞാൽ 0.6 മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ എക്സ് അഗ്രത്തിൽ 120 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചാൽ, അതായത് എക്സ് അഗ്രത്തിൽ 120 ന്യൂട്ടൺ ഫോഴ്സ് ആണ് നമ്മൾ പ്രയോഗിച്ചത്. അപ്പോൾ വൈ അഗ്രത്തിൽ അനുഭവപ്പെടുന്ന ബലം, വൈ അഗ്രത്തിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇക്വേഷൻ എന്താ? F2 ഈക്വൽ ടു A2
ഡിവൈഡഡ് ബൈ A1 ഇൻറ്റു F1. ഇതല്ല നമ്മുടെ ഇക്വേഷൻ. നമുക്കിവിടെ എന്തൊക്കെയാ തന്നത്? എക്സ് എന്നുള്ള അഗ്രത്തിലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതായത് A1 ഈക്വൽ ടു 0.05 മീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. അതുപോലെ y എന്നുള്ള അഗ്രത്തിലുള്ള ചേർതല പരപ്പളവ് അഥവാ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ A2 ഈക്വൽ ടു എത്ര തന്നത്? 0.6 മീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. പിന്നെയോ ഫോഴ്സ് എന്താ നമുക്ക് തന്നത്? F1. എക്സ് എന്നുള്ള അഗ്രത്തിലുള്ള ഫോഴ്സ് എത്ര തന്നത്? F1 ഈക്വൽ ടു 120 ന്യൂട്ടൺ. എത്ര? 120 ന്യൂട്ടൺ. ഇപ്പൊ നമ്മളോട് ചോദിച്ചത് എന്താ? F2 ആണ് ചോദിച്ചത്. ഇപ്പൊ F2 നമ്മൾ എങ്ങനെ കാണുക? F2 ഈക്വൽ ടു A2 ബൈ A1 ഇൻറ്റു F1. ഇവിടെ A2 എത്രയാ? 0.6 മീറ്റർ സ്ക്വയർ. 0.6 മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ A1 എത്രയാ? 0.05 മീറ്റർ സ്ക്വയർ ഇൻറ്റു F1 എന്ന് പറഞ്ഞാൽ എത്രയാ? 120 ന്യൂട്ടൺ. ഈ എന്താ ലാസ്റ്റ് നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ മസ്റ്റായിട്ട് അതിൻ്റെ യൂണിറ്റ് എഴുതണം കേട്ടോ. അപ്പോൾ ഇവിടെ മീറ്റർ സ്ക്വയറും ക്യാൻസൽ ആയിപ്പോയി. 0.6 ഡിവൈഡഡ് ബൈ 0.05 എന്ന് പറഞ്ഞാൽ 12 ആണ്. 12 ഇൻറ്റു 120 ന്യൂട്ടൺ. 12 ഇൻറ്റു 120 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എത്ര ആൻസർ വരിക? 1440 ന്യൂട്ടൺ. അതായത് 1440 ന്യൂട്ടൺ. 1440 ന്യൂട്ടൺ. അതായത് നമ്മൾ ഫോഴ്സ് 120 ന്യൂട്ടൺ ഉപയോഗിച്ചപ്പോൾ തന്നെ നമുക്ക് എത്ര കിട്ടി? ഫോഴ്സ് F2 എന്ന് പറഞ്ഞത് 1440, 1440 ന്യൂട്ടൺ ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.